വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് ഒരു റൊട്ടി ഐറ്റം ആയിട്ടാണ് കേട്ടോ. റൊട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതൊരു രാജസ്ഥാനി കോബ റൊട്ടി. നല്ല സ്റ്റിഫായിട്ട് ബിസ്ക്കറ്റ് റൊട്ടി എന്നും കൂടി ഇതിനെ വിളിക്കും. നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള റൊട്ടിയാണ് ഇത്. സാധാരണയായിട്ട് നമ്മൾ ദാലിന്റെ കൂടെയോ അല്ല എങ്കിൽ കറികളുടെ കൂടെയാണ് അവർ കഴിക്കുന്നത്. അപ്പൊ അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാനി കോബ റൊട്ടി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതിൽ നിന്ന് 2 കോബ റൊട്ടിയെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 6 ടേബിൾ സ്പൂണോളം ചെറിയ ചൂടുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. എത്രത്തോളം നെയ്യോ എണ്ണയോ ഉപയോഗിക്കുന്നോ അത്രയും ഈ റൊട്ടിയുടെ ടേസ്റ്റ് കൂടും. അപ്പൊ ഇതിനെ നന്നായിട്ട് ആദ്യം കൈകൊണ്ട് ഇതിനെ നല്ലവണ്ണം എല്ലായിടത്തും ആവുന്ന പോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള ഡോ ആക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ലൂസ് ഡോ ആക്കരുത്, നമ്മുടെ ചപ്പാത്തിമാരി ആക്കരുത്. അതിനേക്കാൾ നല്ല ടൈറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചായി ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ലതാണ്. എഗെയിൻ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് അവര് നമ്മുടെ ദാലിന്റെ കൂടെ അല്ല എങ്കിൽ കറികളുടെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ പകരമായി കഴിക്കും. പക്ഷെ ഇത് ഒരെണ്ണം ഒരാൾക്ക് ഫുള്ള് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കിയാൽ 4 പേർക്കും കൂടി കഴിക്കാം. ഇതിപ്പോ കണ്ടോ നല്ല ടൈറ്റ് ആയി കുഴച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ മുകളിലേക്ക് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് എഗെയിൻ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ വെക്കാം. ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ 2 പീസസ് ആണ് ആക്കുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു റൊട്ടി ആയിട്ടാണ്, ഒരു പാനിന്റെ ഫുൾ ആയിട്ടുണ്ടാവുന്ന, ഏകദേശം ഫുൾ ആവുന്ന ഒരു റൊട്ടിയാണ് കേട്ടോ. ഇനി ഇതിനെ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. റൗണ്ട് ആക്കിയിട്ട് മാക്സിമം നമ്മൾ അതിനെ ഒന്ന് റൗണ്ട് ആക്കാൻ നോക്കണം കേട്ടോ. എന്നാലേ ഈ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അധികം വിള്ളലൊന്നും ഇല്ലാതെ, വിള്ളൽ വന്നാൽ തന്നെ അപ്പം തന്നെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നല്ല തിക്കായിട്ട് വേണം ചെയ്യാനായിട്ട്. റൊട്ടി സൈഡൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൗണ്ട് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം. കുറച്ച് ജീരകം കൂടി ഞാനിങ്ങനെ മുകളിലിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മുകളിൽ കിടക്കുന്ന കാണാനും ഒരു രസമാണ്, കടിക്കാനും. അപ്പൊ ഇതിനെ ഒന്നും കൂടി ഞാൻ ആ ജീരകം ഇട്ടതിന് ശേഷം ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ. അപ്പൊ ഏകദേശം റൗണ്ട് ആയിട്ടുണ്ട്. വിള്ളൽ ഇല്ലാതിരിക്കണം. വിള്ളൽ വന്നാൽ നമുക്ക് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കണ്ടോ തിക്നെസ്? ഈ തിക്നെസ്സിൽ നമുക്ക് പോയി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ പാൻ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം പാന് ചൂടാവരുത്. ഒരു മീഡിയം ചൂടാവുമ്പോൾ ഞാൻ അതിലേക്ക് ലേശ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇടാം. ഇനി 1 മിനിറ്റിൽ താഴെ ജസ്റ്റ് ഇട്ട് ഒരു 5-10 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെ ഒന്ന് 1 മിനിറ്റിൽ താഴെ ആകുമ്പോഴേക്കും നമുക്ക് അതിനെ ഒന്ന് മറിച്ചിടണം. പെട്ടെന്ന് തന്നെ മറിച്ചിടണം. ഇനി ഇത് കണ്ടോ, ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്കിതിനെ ഇനി ഷേപ്പ് ചെയ്യണം. ഈ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഈ കോബ റൊട്ടിയുടെ ഷേപ്പിംഗ് തുടങ്ങുന്നത്. ഇതുപോലെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ട് അപ്പൊ തന്നെ അതിനൊരു നല്ല അടിപൊളി ഷേപ്പിൽ വരും കേട്ടോ നമ്മുടെ കോബ റൊട്ടി. ഈ സമയത്ത് വളരെ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. കൈ പൊള്ളാതെ നോക്കണം. ചൂടുണ്ടാവും അടിയിൽ നിന്ന് വരുന്നത്. പക്ഷെ ഇതേ ചൂടിൽ തന്നെ, ലൈറ്റ് ചൂടിൽ തന്നെ ചെയ്യണം. അപ്പോഴേ അത് നന്നായി വരുള്ളൂ. എവിടെയെങ്കിലും ഒക്കെ പൊട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിനെ ഒന്ന് യോജിപ്പിച്ചും കൊടുക്കാം ഈ സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പൊ ഇതുമാതിരി ഉള്ളില് പുറത്തെ റൗണ്ട് കഴിഞ്ഞു. ഞാൻ ഉള്ളിലെ റൗണ്ടിലും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാ സ്ഥലവും കറക്റ്റായി ഭംഗിയിൽ ആക്കി കൊടുക്കാം. ഇത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇത് ബിസ്ക്കറ്റ് റൊട്ടി എന്നും അറിയപ്പെടുന്നുണ്ട്. എല്ലാം ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റോളം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറ്റി ചെറിയ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ബ്രഷ് കൊണ്ട് എല്ലാവിടെയും ആക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഈ സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ, കുറച്ചൊരു ബ്രൗണിഷ് ആയി വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ മറിച്ചിടുന്നുണ്ട്. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് പൊട്ടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ നല്ല അടിപൊളി അടിഭാഗമൊക്കെ കുക്കായിട്ടുണ്ട്. ഇതൊരിക്കലും അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് ചായയുടെ കൂടിയും വേണമെങ്കിൽ ഒരു കടിയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. നല്ല ഹെവിയാണ് ഇത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 15-20 മിനിറ്റോളം കുക്ക് ചെയ്യണം.
ഞാൻ ലേശം ഓയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തേച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ ആ സൈഡൊക്കെ നമ്മൾ ആ ഓയിലൊക്കെ ഇടയിൽ തേച്ച് കൊടുത്തോണ്ടാണ് ഇങ്ങനെ ഒരു ഗോൾഡനിഷ് ആയിട്ട് വന്നിരിക്കുന്നത്. ചില ആൾക്കാർ ഇതിനെ ഇനി ഗ്യാസിൽ ഡയറക്റ്റ് കാണിച്ചിട്ടും ബാക്കി കുക്ക് ചെയ്തെടുക്കും. പക്ഷെ ഇത് അതല്ലാതെ തന്നെ എന്റെ കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം നല്ല ഷേപ്പിൽ വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ വന്നിട്ടില്ലേ. അപ്പൊ ഞാൻ ഇതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് കണ്ടോ നല്ല ബിസ്ക്കറ്റ് പോലെ തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലൊരു ബിസ്ക്കറ്റിന്റെ ടെക്സ്ചറിൽ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.